ഫോൺ തുറക്ക ക്ലീറ്റ തക്കളി മോളെ ഡാഡിയുടെ ഫോൺ അടിക്കണമെന്ന് എടുത്തു കൊടുത്തേ. ഡാഡി ഡാഡി കോമള മാമൻ കോമള പത്താ 10 പോയിട്ട് നയ പൈസ ഇല്ലടാ കയ്യില്. 20 കിട്ടുമോ? എന്നാ ഞാൻ ഒന്ന് ശ്രമിച്ച് നോക്കാം. ചിലപ്പോൾ നടന്നാലായി. സംഗതി നടക്കുമല്ലോ അല്ലേ? ഞാൻ നോക്കട്ടെ. ഞാനൊന്ന് നോക്കിയിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഞാൻ വിളിക്കാം. എപ്പോൾ വിളിക്കാം. അതെ കോമളൻ 10 വെച്ചാൽ 20 കിട്ടും. 10 വെച്ച് 20 കിട്ടും? അതേ കോമളനാ വിളിച്ചത്. കോമളന് ഒരു 10 രൂപയുടെ ഒരു ചെറിയൊരു ആവശ്യം. അത് നമുക്കും കൂടെ ഗുണമുണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് ദാമോദരൻ എന്ന് പറയണേ അവിടെ ഈ പാലും പശുവിൻ്റെ കച്ചവടമുള്ള ഒരാളുണ്ടല്ലോ. അയാൾക്ക് ഒരു പശുവിനെ പൈസയുടെ അത്യാവശ്യം. അപ്പോൾ 10 രൂപ കൊടുത്താൽ ഒരു പശുവിനെ തരാമെന്ന് പറയണം. അപ്പോൾ അത് 10-20,000 രൂപ വിൽക്കണ സാധനമാണ്. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 രൂപ മറിച്ച് കൊടുത്താൽ അത് 20 രൂപയ്ക്ക് വിറ്റാൽ 5 രൂപ കോമളനും 5 രൂപ നമുക്കും. നല്ല സംഭവമാണ്. അല്ല 10 രൂപ മുടക്കിയാൽ 5 രൂപ നമുക്കും കിട്ടും അവനും കിട്ടും വെച്ചാൽ കിട്ടിക്കോട്ടെ അല്ലേ? നല്ല സംഭവമാണ്. അയില മേടിച്ചത് എങ്ങനെയാണെന്നറിയാമോ? മീൻകാരനോട് കടം പറഞ്ഞിട്ട് ആളാണ് ഇനി 10 രൂപയ്ക്ക് പശുവിനെ മേടിക്കാൻ പോണത്. അല്ലപ്പോൾ അയില തന്നെ മേടിക്കണമെന്നോട് ആരെങ്കിലും പറഞ്ഞത് നത്തോലി മേടിക്കായിരുന്നില്ലേ? അയിലയാണോ നത്തോലിയാണോ എന്നുള്ളതല്ല, പൈസ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അയില നമ്മൾ കൊടുക്കുമല്ലോ. നമ്മൾ കള്ളപ്പുള്ളികളൊന്നും അല്ലല്ലോ. കടം അത് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരുമിച്ച് കൊടുക്കും. അങ്ങനെ കൊടുത്താൽ മതിയോ? ഇപ്പൊ പൈസ കൊടുക്കണ്ട. ഏത് അങ്ങനെയാണെങ്കിൽ മേടിച്ചോ. പശുവുള്ളത് നല്ല തക്കളിമോക്ക് പാല് കുടിക്കാമല്ലോ. അതെ തക്കളി മോള് ഇനി പാലും കൂടി കുടിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. അപ്പൊ തന്നെ കൊണ്ടുപോലായി വരണം. എടീ തമാശ കളിക്കില്ലേ? ഇതിപ്പോ 10 രൂപ ഇത് വല്ലവന്റെ വീട്ടിൽ നിൽക്കണ പശു അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5000 രൂപ ലാഭം കിട്ടിയാൽ അതിലൊരു വിഹിതം. ക്ലീറ്റോ കാശുണ്ടെങ്കിൽ മേടിച്ചോ. നല്ല കാര്യല്ലേ പശുവിനെ മേടിക്കുന്നത്. ഇപ്പൊ എന്തിനാ ഇത്ര അഭിപ്രായം ചോദിക്കണേ? ഉണ്ടെങ്കിൽ പിന്നെ നിന്റെ അടുത്ത് ഞാൻ ചോദിക്കുമോ? ഞാൻ അതിന് മുമ്പ് അത് വാങ്ങിച്ച് കച്ചവടം ചെയ്യൂലേ? എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയുണ്ട്. ഇവിടുന്ന് മേപ്പോട്ടൊരു വഴി കിടപ്പുണ്ട്. അത് മതിയെങ്കിൽ അതെടുത്തോ. എന്താണ് ഇത്ര കുടിക്കണേ? വെള്ളം വേണേ പോയി എടുത്ത് കുടിക്കടി. കരിക്കം വെള്ളമാണ് അങ്ങോട്ട് പോയി കുടിക്ക്. കളിക്കല്ലേ തക്കളി? നീ എവിടെ പോയായിരുന്നു ചായ ഇടാൻ പറഞ്ഞിട്ട്? ഞാൻ ആ മുറ്റത്ത് ഇറങ്ങി കുറച്ച് തണുപ്പ് കൊള്ളാന്ന് വെച്ച് പോയതായിരുന്നു. അപ്പൊ ആ പെണ്ണുമ്പിള്ള വന്നിട്ട് ചോദിക്കുക എന്തിനാ മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്നതെന്നൊക്കെ. കുറച്ച് കുശുമ്പ് കൂടുതലാ. അവളുടെ വിചാരേ ഞാൻ അവളുടെ ഭർത്താവിനെ നോക്കാൻ വേണ്ടി പോയി നിന്നതാണ്. അങ്ങനെ അവള് പറഞ്ഞ? കാരണം പറഞ്ഞില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി അത് തന്നെയാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അല്ല ഇനിയിപ്പം അതിനു വേണ്ടി തന്നെയാണ് നീ അവിടെ പോയി നിന്നത്? ഒരൊറ്റ വീക്ക് വെച്ച് തന്നാലേ കേറ പണിയിലാണ്ടല്ലേ അവളുടെ ഭർത്താവിനെ നോക്കാൻ വേണ്ടി. കട്ടൻ ചായ ഉള്ളേ? മതി. എന്തോന്ന് കാണിക്കണേ നീ? ഇത് മതി. എന്ത് പായസമാണ് ഉണ്ടാക്കണേ? ചായ, കട്ടൻ ചായ. കുറച്ചുകൂടെ കഴിക്കല്ലേ? നിങ്ങൾക്ക് മാത്രം പോരല്ലോ ചായ, എനിക്കും വേണം. ഉണ്ടാവട്ടെ കമത്തടി. ഇല്ല അത്ര മതി. വേണം, അത് ചൂടാവട്ടെ. ചൂടായതിനു ശേഷം ഇടണം. ആരാ നോക്കാൻ? ഞാൻ എന്താ ചെയ്യുന്നത്? നിന്റെ സൗന്ദര്യം കാണാൻ വേണ്ടി നിൽക്കുന്ന ഐഡിയ. അവ കാരണമല്ല മൊത്തം ചായം തേച്ചാണ് നിൽക്കുന്നത്. ഞാൻ ചായ തേച്ചിട്ടൊന്നുമില്ല. അതെനിക്കറിയാം. ഇതിന്റെ ശരിക്കുള്ള വെളുപ്പാ. പിന്നെ അതെനിക്കറിഞ്ഞൂടി. എനിക്കറിയാന്നുള്ള വേറെ ആർക്കറിയാം? അതെ ആ സ്ത്രീ ഒരു ലക്ഷണം കെട്ട സ്ത്രീയാണ്. ആര്? കുറച്ച് കൾച്ചർലെസ്സാ. ആര്? അവിടെ അപ്പുറത്തെ തങ്കം. എടീ ദുബായിലെ ചായം തേച്ച കൾച്ചർ അല്ല ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക്. ഇവിടെ എത്തിരി സ്നേഹവും സമാധാനവും. ഇങ്ങോട്ട് നോക്ക്, വിശ്വാസം എല്ലാം കൂടെ ഇങ്ങോട്ട് നോക്കടി. കൂടി
കലർന്ന ഒരു കൾച്ചറാണ് ഇവിടുത്തെ. നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് നോക്കി കാര്യം പറയാം. ചായപ്പൊടി ഇടട്ടെ. അത് ഇടാ, ഇങ്ങോട്ട് നോക്ക്. ഇടാ. നീ ഒരു കാര്യം ചെയ്യണം, അവിടെ അടുത്ത് ഇതൊക്കെ കണ്ട് പഠിക്കണം, മനസ്സിലായോ? ഒരു പണിയില്ല. ഹലോ, എടാ നീ റേഞ്ച് ഉള്ളടുത്ത് വാ. അൻസാർ, ഹലോ കേക്കാവടാ? ഹലോ അൻസാറെ കേക്കാം. ഇപ്പം എനിക്ക് കേൾക്കാം. അതെ, നീ പൈസ റെഡിയാക്കി വെച്ചോ, ഞാൻ എപ്പോഴേ വിളിക്കുന്നറിയാമോ? എടാ 10 രൂപ. റെഡിയാണോ? ഒന്നുമില്ല, നമ്മുടെ മറ്റേ കോമളനുണ്ടല്ലോ, കോമളനൊരു ചെറിയ സഹായം. അവൻ എവിടെയോ ഒരു പശു നിൽക്കുന്നു, അപ്പോൾ അത് മേടിച്ച് മറിച്ച് വിറ്റാൽ 10 രൂപ കണ്ടോ ലാഭം കിട്ടുമെന്ന് പറഞ്ഞേ. അപ്പോൾ ഒരു ചെറിയ സഹായം ചെയ്ത് കൊടുക്കാം, ജീവിച്ച് പോട്ടറേ അവരൊക്കെ. വാ, ആ പശുവിനൊക്കെ അവൻ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്കെന്താ, ഒന്നുമില്ല, അവനെന്തെങ്കിലും കിട്ടിക്കൊണ്ട് പോട്ടെ. നീ ആ കാര്യം പൈസ അറേഞ്ച് ചെയ്ത് ഞാൻ ഇപ്പം ഇറങ്ങി എൻ്റെ വീട്ടിലോട്ട് വരിക. ശരി, ഓക്കെ. എന്താളിയാ രാവിലെ അങ്ങോട്ട് പശു കച്ചവടോ? എടാ ഞങ്ങൾ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ജീവിച്ചു പോട്ടും, നീ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുമോ? ഇപ്പം എല്ലാവർക്കും മെമ്പറാകാൻ പറ്റില്ലല്ലോ. ഞാൻ എന്തോന്നളിയാ നിന്നെ ഉപദ്രവിച്ചേ? നിനക്ക് ഞാൻ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ചെയ്യണതെല്ലാം നിന്റെ നല്ലതിനായിട്ടല്ലേ ചെയ്യും. മതി, നിനക്ക് രാവിലെ വേറെ വല്ലതും പറയണ്ട. നിനക്ക് വീടിനകത്ത് വേറെ പണിയൊന്നുമില്ലേ? നേരം വിളിക്കുമ്പോൾ ഇവിടെ വന്ന് എന്തിനാണ് കുറ്റിയും പറിച്ചിരിക്കുന്നത്? ഒരു തേയിലയും കുടിച്ച് ഇങ്ങനെ ഈ കാറ്റും കൊണ്ട് രാവിലെ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെ. ഇത് വാടകയ്ക്കാണെന്നുള്ള കാര്യം മറക്കണ്ട. ഇവിടെ ഈ കാറ്റ് എന്നും കിട്ടൂല. എത്ര ഇവിടെ നിന്ന് വീട് പണി ഞങ്ങോട്ട് മാറാൻ നോക്ക് കേട്ടോ. അത് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലല്ലോ. ഇത് സുന്ദരമായ സ്ഥലം നോക്കി, മാവ്, പ്ലാവ്, നല്ല പഴയ വീട്. ഇപ്പൊ ഈ ടെറസ് വീട് ഞാൻ ഇറങ്ങി. കേട്ടോ, നീ ഒരു പശുവിന്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടു. അല്ല, എനിക്ക് മനസ്സിലാകത്തൊരു ചോദിക്കാം. നിനക്ക് പശുവിനെ വേണോ? എനിക്ക് വേണ്ട. പിന്നെ എന്താണ്? ഇല്ല, ഞാൻ പറയുന്ന കേൾക്കുന്നേ. നീ ഇപ്പൊ ആരുടെ പറയാൻ കേട്ടു ഒരു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പശുവിനെ കിട്ടും, അത് വിറ്റാ 20,000 രൂപ കിട്ടുമെന്ന്. കിട്ടും. നീ ആർക്കോ വേണ്ടി എന്തിനാ കൊടുക്കുന്നത്? നിനക്ക് എടുത്തുകൂടി ആ പൈസ. ആ 10,000 രൂപ എടുത്ത് നീ വാങ്ങിച്ച് ആ 20,000 രൂപയ്ക്ക് നിനക്ക് വിറ്റുകൂടി? ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ വേണ്ടപ്പെട്ട ഒരുത്തനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനിറങ്ങിയത്. അവനൊരു 10 രൂപ കിട്ടുന്നതിൽ നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? കൂടെ നിൽക്കുന്നതിന് ഒറ്റണ സ്വഭാവം ക്ലീറ്റ് വയ്ക്കില്ല കേട്ടോ. അതെനിക്ക് നന്നായിട്ട് അറിയാം. കൂടെ നിൽക്കണതിന് ഒറ്റില്ല എന്നുള്ളത് നന്നായിട്ട് അറിയാം. അത് പോട്ടെ, അത് വിട്, അത് വേറെ കഥ. എടാ, ഞാൻ പറഞ്ഞത് ആ 10 രൂപ കൈ കിട്ടി കഴിഞ്ഞാൽ കുറച്ച് ദിവസമെങ്കിലും പിള്ളേർക്ക് ബാക്കിയുള്ളവർക്ക് നല്ല ആഹാരം വാങ്ങിച്ചു കൊടുക്കാം, നല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കാം, അതൊക്കെ ചെയ്തുകൂടി. ഇപ്പം എൻ്റെ ഇവിടെ പട്ടിണിയൊന്നും അല്ല, അവരാവശ്യത്തിന് തിന്നും കൊടുത്തും കുടിച്ചും ഒക്കെ തന്നെ കിടക്കണത് കേട്ടോ. പട്ടിണിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ നിന്റെ കാര്യം നോക്ക്. എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ അത്ര അങ്ങോട്ട് ശുഷ്കാന്തി കാണിക്കല്ലേ അമ്മളി കൂട്ടാ കേട്ടാ. എടേ, ഇപ്പൊ ഒരു വീട്ടിലും പട്ടിണിയില്ല. ഇപ്പൊ അത് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് കുറച്ച് ദിവസമെങ്കിലും നിനക്ക് ബാക്കിയുള്ള പരിപാടികളൊന്നും ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തങ്കം, ഈ കഥ വിളച്ചേ. കുറെ പട്ടികളും പൂച്ചകളൊക്കെ അവിടെ എവിടെയൊക്കെ വന്ന് കറങ്ങി നടക്കണം. അടച്ചിട്ടരാ, നീ കുറ്റിയിട്ടിട്ട് പോടാ. Alien versus Alien.